ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വാരവും അടുത്ത വാരവും ഈ ഒക്ടോബർ മാസവുമായി വിവിധ ഭാഷകളിൽ ഒട്ടനവധി സിനിമകൾ തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്നുണ്ട്. ഈ സിനിമകളുടെയൊക്കെ പുതിയ റിലീസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ച, അതായത് ഒക്ടോബർ 10 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന പ്രധാനപ്പെട്ട ഒരു സിനിമ മോഹൻലാൽ നായകനായി രഞ്ജിത്ത് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് 2001 തിയേറ്ററിൽ വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത രാവണ പ്രഭുവാണ്. ഈ സിനിമയുടെ 1 മിനിറ്റ് 52 സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ അല്പം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. മാറ്റിനി നൗ യൂട്യൂബ് ചാനൽ വഴിയാണ് ഈ സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിട്ടുള്ളത്. 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തുന്ന ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെയാണ് ആരംഭിച്ചത്. ഒക്ടോബർ 10 വെള്ളിയാഴ്ച റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്ന മലയാള സിനിമയാണ് അഭിഹിതം. ഒരു കോമഡി എന്റർടൈനർ ഡ്രാമ കാറ്റഗറി വരുന്ന ഈ സിനിമ സെന്ന ഹെഗ്ഡെയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അംബരീഷ് കളത്തേര, സെന്ന ഹെഗ്ഡെ എന്നിവർ ചേർന്ന് തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമയിൽ ഉണ്ണിരാജ്, രഞ്ജി കാങ്കോൾ, വിനീത് ചാക്യാർ, ധനേഷ് കോലിയത്ത്, രാകേഷ് ഉഷാർ, വൃന്ദ മേനോൻ, അജിത് പുന്നാട്, ഉണ്ണികൃഷ്ണൻ പരപ്പ എന്നിങ്ങനെയാണ് താരങ്ങൾ. ശ്രീരാജ് രവീന്ദ്രൻ, രമേശ് മാത്യു എന്നിവരാണ് ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത്. ശനത്ത് ശിവരാജ് എഡിറ്റിംഗും ശ്രീരാജ് സജി സംഗീതവും നിർവഹിക്കുന്നു. ഫാസിൽ മുഹമ്മദ് തിരക്കഥെഴുതി സംവിധാനം ചെയ്യുന്ന ഫെമിനിച്ച് ഫാത്തിമയാണ് ഒക്ടോബർ 10 വെള്ളിയാഴ്ച തിയേറ്ററിൽ മൂന്നാമത്തെ റിലീസ്. ഷംല ഹംസ, കുമാർ സുനിൽ, വിജി വിശ്വനാഥ്, പ്രസീത, രാജി ആർ, ബബിത ബഷീർ, ഫാസിൽ മുഹമ്മദ് എന്നിങ്ങനെ പുതുമുഖ താരങ്ങളാണ് ഈ സിനിമയിൽ അണിനിരന്നിട്ടുള്ളത്. പ്രിൻസ് ഫ്രാൻസിസ് ആണ് ഈ സിനിമയുടെ DOP ചെയ്തിട്ടുള്ളത്. സംവിധായകൻ ഫാസിൽ മുഹമ്മദ് തന്നെയാണ് ഇതിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. ഷിയാദ് കബീറാണ് സംഗീതം പറഞ്ഞത്. ഒക്ടോബർ 10 വെള്ളിയാഴ്ച റിലീസിംഗ് പ്രഖ്യാപിച്ചിരുന്ന മാരിക്കാമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയുടെ റിലീസിംഗ് ഒക്ടോബർ 24 മാറ്റിയിരിക്കുകയാണ്. ഒരു ഹൊറർ കോമഡി എന്റർടൈനർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമ നവാഗതനായ നൗഫൽ അബ്ദുള്ളയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. സുനു എവി, ജ്യോതിഷ്യം എന്നിവർ ചേർന്ന് തിരക്കഥെഴുതിയ ഈ സിനിമയിൽ മാത്യു തോമസ്, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, റോഷൻ ഷാനവാസ്, മെറിൻ ഫിലിപ്പ്, ശരത് സഫ എന്നിങ്ങനെയാണ് താരങ്ങൾ. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് അഭിലാഷ് ശങ്കറാണ്. ഈ സിനിമയുടെ എഡിറ്റിംഗ് ജോലികൾ നിർവഹിച്ചിട്ടുള്ളത് സംവിധായകൻ കൂടിയ നൗഫൽ അബ്ദുള്ളയാണ്. ഗാരി പെരേര, നേഹ എസ് നായർ എന്നിവരാണ് ഈ സിനിമയുടെ സംഗീതം പറഞ്ഞിട്ടുള്ളത്. ഷറഫുദ്ദീൻ നായകനായി പ്രണീഷ് വിജയൻ സംവിധാനം ചെയ്യുന്ന റൊമാന്റിക് കോമഡി എന്റർടൈനർ സിനിമയാണ് ദി പെറ്റ് ഡിറ്റക്റ്റീവ്. സംവിധായകൻ പ്രണീഷ് വിജയൻ, ജയ് വിഷ്ണു എന്നിവർ ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ഒക്ടോബർ 16 തിയേറ്ററിലെത്തുന്ന ഈ സിനിമയിൽ അനുപമ പരമേശ്വരൻ, വിനയ് ഫോർട്ട്, ജോമൻ ജോദർ, ശ്യാം മോഹൻ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ചിത്രത്തിന്റെ DOP ചെയ്തിരിക്കുന്നത് ആനന്ദ് സി ചന്ദ്രനാണ്. അഭിനവ് സുന്ദർ നായക എഡിറ്റിംഗും രാജേഷ് മുരുകേഷൻ സംഗീതവും നിർവഹിക്കുന്നു. നാളെ ഒക്ടോബർ 9 വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് സിനിമയുടെ ട്രെയിലർ റിലീസ് ഉണ്ടാകുമെന്നുള്ള അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഒക്ടോബർ 17 റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്ന തമിഴ് സ്പോർട്സ് ഡ്രാമ കാറ്റഗറി വരുന്ന സിനിമയാണ് ബൈസൺ. മാരി സെൽവരാജാണ് ഈ സിനിമ തിരക്കഥെഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ധ്രുവ് വിക്രം, അനുപമ പരമേശ്വരൻ, ലാൽ പശുപതി, രജീഷ വിജയൻ, ഹരികൃഷ്ണൻ, കലൈ അരശൻ എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. എഴിൽ അരസു ഛായാഗ്രഹണവും ശക്തി തിരു എഡിറ്റിംഗ് നിർവഹിക്കുന്നു. നിവാസ് കെ പ്രസന്നയാണ് സംഗീതം. കീർത്തീശ്വരൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഒക്ടോബർ 17 തിയേറ്ററിലെത്തുന്ന തമിഴ് റൊമാന്റിക് ആക്ഷൻ കോമഡി സിനിമയാണ് ഡ്യൂഡ്. പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു, ശരത് കുമാർ, ഹൃദു ഹാറൂൺ, രോഹിണി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ മൈത്രി മൂവി മേക്കേഴ്സാണ് നിർമ്മിച്ചിട്ടുള്ളത്. നികേത് ഭൂമി ഛായാഗ്രഹണവും ഭരത് വിക്രമൻ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. സായി അഭ്യങ്കറാണ് സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. നയൻതാര, കവിൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന തമിഴ് റൊമാന്റിക് കോമഡി എന്റർടൈനർ സിനിമയാണ് ഹായ്. വിഷ്ണു ഇടവൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. സിനിമയുടെ നായികയായ നയൻതാര അല്പം മുമ്പ് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പങ്കുവച്ചിട്ടുള്ളത്. ഇനി വമ്പൻ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്ന കാന്താര ചാപ്റ്റർ 1ന്റെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവിധ വാർത്തകളിലേക്ക് വന്നാൽ ഒക്ടോബർ 2 വ്യാഴാഴ്ച തിയേറ്ററിലെത്ത ഈ സിനിമ ഇന്ന് ബുധനാഴ്ചയോടെ 7 ദിവസം പിന്നിട്ട് നാളെ 8ാം ദിവസത്തിലേക്കാണ് കടക്കുന്നത്. ഓംബാലെ ഫിലിംസ് നിർമ്മിച്ച് ഋഷഭ് ഷെട്ടി തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയുടെ കേരളത്തിലെ വിതരണാവകാശം ഏറ്റെടുത്തിരുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ്. സിനിമയുടെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 6 ദിവസത്തെ വിശദമായ കേരള കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപ്രകാരം ആദ്യ ദിവസം 6,06,00,000 രൂപയും, 2ാം ദിവസം 4,63,00,000 രൂപയും, 3ാം ദിവസമായ ശനിയാഴ്ച 5,67,00,000 രൂപയും, 4ാം ദിവസമായ ഞായറാഴ്ച 6,70,00,000 രൂപയും, 5ാം ദിവസമായ തിങ്കളാഴ്ച 3,25,00,000 രൂപ, 6ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച 2,69,00,000 രൂപ എന്നിങ്ങനെ ആദ്യ 6 ദിവസം കൊണ്ട് 29 കോടി രൂപയാണ് കേരള കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. 7ാം ദിവസമായ ബുധനാഴ്ചയിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2,40,00,000 റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ ഒരു വാരം പിന്നിടുമ്പോൾ 31,40,00,000 റേഞ്ചിലാണ് ഈ സിനിമ കേരളത്തിൽ എത്തി നൽകുന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഇന്നലെ വരെയുള്ള ആദ്യ 6 ദിവസം കൊണ്ട് 407 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 7ാം ദിവസമായ ബുധനാഴ്ചയിൽ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 38-40 കോടി റേഞ്ചിലാണ്. ആദ്യ 7 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 445-450 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നൽകുന്നത്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 42 ദിവസമാണ് പിന്നിടുന്നത്. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവർ പ്രധാന താരങ്ങളായി ഡൊമിനിക്കലും തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഓണം റിലീസായി ഓഗസ്റ്റ് 28 തിയേറ്ററിലെത്തിയ ഈ സിനിമ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയെടുത്തിരിക്കുന്നത്. ചിത്രം ഇന്നലെ വരെയുള്ള ആദ്യ 41 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 119,49,00,000 രൂപയാണ്. 42ാം ദിവസവും 6ാമത്തെ ബുധനാഴ്ചയും കൂടിയായി ഇന്ന് ഈ സിനിമ കേരളത്തിൽ 25 ലക്ഷം റേഞ്ചിൽ കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 119,74,00,000 റേഞ്ചിൽ എത്തി നിൽക്കുന്ന ഈ സിനിമ 42 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 299 കോടി റേഞ്ചിലുമാണ്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.